കൂട്ടുകാരെ നമസ്കാരം. ചായക്കാരി എന്ന ഒരു കടയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാനും മോനും ആദ്യമായി ഒന്നിച്ചു പോയതാണ് കേട്ടോ. അവിടുത്തെ മാത്രം സ്പെഷ്യലായ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ എള്ളുപൊടി ഇഡ്ഡലിയും അടിപൊളി കോഫിയും കുടിച്ച് നേരെ കനകക്കുന്നിലേക്ക്. തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട ഒരിടം തന്നെയെന്ന് പറയാൻ കേട്ടോ ഈ കനകക്കുന്ന്. പണ്ട് ഓണത്തിനോ ക്രിസ്മസിനോ ഉണ്ടായിരുന്ന ഓളം ഇപ്പോൾ ഇടയ്ക്കിടെ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ഇൻ്റർനാഷണൽ ലുക്കുള്ള പള്ളിയാണേത്. ചില സന്ദർഭങ്ങളിലെങ്കിലും തോന്നാറില്ലേ പകലിനേക്കാൾ ഭംഗി രാത്രിക്കാണെന്ന്. ഓണക്കാലത്തിൻ്റെ അത്രയും അലങ്കൃതമായിരുന്നില്ല എങ്കിലും റോഡിൻ്റെ കുറേ ഭാഗമൊക്കെ വർണ്ണശബളമായിരുന്നു കേട്ടോ. ഇതൊക്കെ വണ്ടിയിലിരുന്നോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. മനം മടുപ്പിക്കുന്ന ജീവിത തിരക്കിനിടയിൽ മനം കുളിർപ്പിക്കുന്ന ഇത്തരം കാഴ്ചകൾ ഒരു സുഖമല്ലേ. ഇവിടുന്ന് ഞങ്ങൾ 2 പേരും 3 പേരായി മാറി. ഭർത്താവ് കൂടെ കൂടി. ഓഫീസിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോന്നു ഞങ്ങളോടൊപ്പം കൂടി. ചില പ്രത്യേക ദിവസങ്ങളിൽ നിശാഗന്ധിയിൽ പ്രസിദ്ധരുടെ പരിപാടികൾ ഉണ്ടായിരിക്കുക ഇവിടെ സ്വാഭാവികമാണ് കേട്ടോ. എന്നാൽ പിന്നെ രമ്യ നമ്പീശിൻ്റെ 2 പാട്ട് കേട്ടിട്ടാവാം ബാക്കി പരിപാടിയെന്ന് തീരുമാനിച്ചു. ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നും നല്ലൊരു എൻട്രി ഒക്കെ നടത്തി അങ്ങനെ സ്റ്റേജിലെത്തി. സിനിമയിൽ പാടി അഭിനയിച്ച വ്യക്തി തന്നെ നേരിട്ട് വന്ന് പാടി കേട്ടപ്പോൾ പ്രത്യേക അനുഭൂതിയാണ്. സംഗീതത്തിന് ഒരു പ്രത്യേക മാസ്മരികതയുണ്ട്. അത് നമ്മുടെ സ്ഥിരകളെ ഉണർത്തി ഊർജ്ജസ്വലരായി മാറ്റും. ഇവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടുക ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. എന്തോ ഞങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടി. കുറേ അധികം ചെറുപ്പക്കാരുടെ ഇടയിലിരുന്ന് അവരുടെ വൈബിനൊത്ത് കുറച്ച് നേരം അങ്ങ് അടിച്ച് പൊളിച്ചു. സ്ഥിരപരിചിതമായ ഈ അണ്ടർഗ്രൗണ്ട് പാസേജ് ഇപ്പോൾ വർണ്ണാഭയിൽ മുങ്ങി നിൽക്കുന്ന വിവരം ഇന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. എന്തായാലും സംഗതി സൂപ്പറാണ്. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. ആഹാ, മൊബൈൽ വെളിച്ചത്തിൽ ഈ പാട്ട് വളരെ മനോഹരമായി ആസ്വദിച്ചു കേട്ടോ എല്ലാവരും. ഹസ്ബൻഡിൻ്റെ വണ്ടിയിലും ഞാനും മോനും എൻ്റെ വണ്ടിയിലുമായി മടക്കയാത്ര. മനസ്സിൽ ഒരു പിടി മനോഹര ഗാനങ്ങളുമായി.